ഹാപ്പി ഈസ്റ്റർ ഗൈസ്. ഈസ്റ്റർ ആയിക്കൊണ്ട് പടക്കളം എന്ന് പറയുന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. നമ്മുടെ സുരാജ് ഏട്ടൻ, ഷറഫുദ്ദീനൊക്കെയാണ് മെയിൻ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത്. പിന്നെ ഒരുപാട് സ്റ്റാർസ് ഉണ്ട്. സോ അതിൻ്റെ ട്രെയിലർ നമുക്ക് കാണാം. അരുൺ പ്രദീപ് സഫോയ് ഇൻസ്റ്റാഗ്രാം ഫേമസ് ആണ് എല്ലാവരും. Ooh. Ooh. Mystery. Wow. Skip. അത് ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനറിൻ്റെ എല്ലാ ഒരു സെറ്റപ്പും ഉണ്ട്. ഓ വിജയ് ബാബു, മനു, സുരാജ്. മെയ് 8 മെയ്യിൽ ആക്ച്വലി നല്ല കുറേ പടങ്ങൾ വരുന്നുണ്ടല്ലോ. ഇത് ആക്ച്വലി ഫസ്റ്റ് പറയേണ്ടത് നമ്മുടെ സാഫ് ബോയ്, അരുൺ പ്രദീപൊക്കെ, അവരൊക്കെ ഇൻസ്റ്റാഗ്രാമിലെ കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആയിരുന്നു. ഇപ്പം സിനിമയിൽ സജീവമാണ്. അവർക്കൊക്കെ നല്ല ഓപ്പർച്യൂണിറ്റീസ് സോഷ്യൽ മീഡിയ നമ്മൾ എന്തൊക്കെ രീതിയിൽ അതിനെ ഒരുപാട് അനാവശ്യമായിട്ടുള്ള സംഭവമൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റ് ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് എത്തിപ്പെടാൻ, അല്ലെങ്കിൽ സിനിമ ലക്ഷ്യമായിട്ടുള്ളവർക്ക്, അല്ലെങ്കിൽ അതുപോലെ വ്യക്തമായ ലക്ഷ്യമുള്ളവർക്ക് അവരുടെ കഴിവിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ മീഡിയ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സാഫ് ബോയ് ആയിക്കോട്ടെ, അരുൺ പ്രദീപ് ആയിക്കോട്ടെ, അവരൊക്കെ കറക്റ്റായിട്ട് സിനിമയിൽ അവരൊക്കെ എത്തിച്ചേരേണ്ടവരാണ്. അവരൊക്കെ അവസാനം നല്ലൊരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, ഒരൗട്ടൻ നമ്മുടെ ആവേശത്തിലെ പിള്ളേരെ പോലെ, ഹിപ്സ്റ്ററൊക്കെ പോലെ അവർക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടേഴ്സ് കിട്ടിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ സുരാജ് ഏട്ടനും ഷറഫുദ്ദീൻ ഹലോ മമ്മിക്ക് ശേഷം ഇങ്ങനത്തെ എന്തൊരു സംതിങ് മിസ്റ്ററി നിറഞ്ഞൊരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ സംതിങ് മിസ്റ്ററി ഇതിനകത്തുണ്ട്. സോ ഹലോ മമ്മിയും അദ്ദേഹത്തിന് മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിനകത്തും അത് ഷറഫുദ്ദീൻ ചെയ്തതുകൊണ്ട് ഒരു നമുക്കൊരു യുണീക്നെസ് തോന്നിയൊരു പടമാണ് ഹലോ മമ്മി. ഒരു ഭയങ്കര സംഭവമായ സിനിമ എന്നല്ല ഞാൻ പറയുന്നത്, എന്നാൽ പോലും ഷറഫുദ്ദീൻ ചെയ്യുമ്പോൾ കുറച്ച് രസമാണത്. സോ അതിൻ്റെ കൂടെ നമ്മുടെ സുരാജ് ഏട്ടൻ സീരിയസ് കഥാപാത്രങ്ങളിൽ നിന്നൊക്കെ വിട്ട് ഔട്ട് ആൻഡ് ഔട്ട് ഒരു എൻ്റർടൈനറിൻ്റെ ഭാഗമാണ്. ഡെഫിനറ്റ്ലി ഇതൊരു നമ്മുടെ സുരാജ് ഏട്ടൻ്റെ ഒരു അഴിഞ്ഞാട്ടം കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു ട്രെയിലറിനകത്ത് കംപ്ലീറ്റ്ലി ആ ഒരു സംഭവം ഉണ്ട്. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ഭയങ്കര എലാബറേറ്റ് ആയിട്ടുള്ളൊരു ട്രെയിലറാണ്. എന്നാൽ പോലും അതിൻ്റെ ഒരു സസ്പെൻസൊക്കെ നിലനിർത്തി അടിപൊളിയായിട്ട്. ഇതിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, ഞാൻ പേര് പറഞ്ഞത്, നമ്മുടെ പ്രേമം നേരമൊക്കെ ചെയ്ത അദ്ദേഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മനു സുരാജ്, അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പടമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫസ്റ്റ് പടം ട്രെയിലർ കാണുമ്പോൾ അങ്ങനെ ഒരു ഫസ്റ്റ് പടം ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് പടത്തിൻ്റെ ഒരാളുടെ അതുപോലെ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ ഫ്രൈഡേ ഫിലിംസാണ്. നല്ല നല്ല സിനിമകൾ, പുതുമുഖ സംവിധായകരെ മമ്മൂക്ക ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പറയുന്ന പോലെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രൈഡേ ആണ് ഏറ്റവും കൂടുതൽ.
പേഴ്സണലി എനിക്കങ്ങനെ തോന്നാറുണ്ട്. സോ അവരുടെ ഒരു കിടിലൻ എൻ്റർടൈനർ പുതുമുഖങ്ങളെയൊക്കെ വെച്ച്, അല്ലെങ്കിൽ നമുക്ക് സുപരിചിതരായിട്ടുള്ള ഒരുപാട് ന്യൂ കമേഴ്സിനെ വെച്ചിട്ടൊരു ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈനർ, ഒരു മിസ്റ്ററി, സംതിങ് മിസ്റ്ററി ഉണ്ട്. മഹാഭാരതത്തിൽ എന്താ സംഭവിച്ചത് എനിക്കറിയില്ല, ഞാൻ ആ സമയത്തില്ല. അങ്ങനത്തെ ഒരുപാടൊരു ഫണ്ണി മൊമെൻറ്റ്സ് ഒരുപാടുണ്ട് ഇതിനകത്ത്. സോ സിനിമ മൊത്തത്തിൽ തിയേറ്ററിലും ആ ഒരു ഫൺ ആയിട്ടുള്ള ഒരു എൻ്റർടൈനർ ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.